പ്രിയപ്പെട്ട നമ്മുടെ SAUD ശ്രീ ഷാനവാസ്, പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത് ഓവർ ഹീറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുന്നത്? എപ്പോഴും വാഹനം ഓടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് പോകുന്നതിന് മുമ്പ് ടയേഴ്സിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടത് കമ്പൽസറിയാണ്. കൂളൻ്റ് ഉണ്ടോ, റേഡിയേറ്റർ പ്രോപ്പർലി. ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി പേർ, പ്രിയപ്പെട്ടവർ, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവർ, മാധ്യമപ്രവർത്തകർ, ട്രാക്കിൻ്റെ ഭാരവാഹികൾ, പേരെടുത്ത് പറയേണ്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിരവധി പേർ ഇരിക്കേണ്ടവർ നമ്മുടെ സദസ്സിൽ ഇരിക്കൊണ്ട് ഏവരെയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി ഞാൻ ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷാനവാസാറിന് ആദരവ് കൊടുക്കുന്നവർ ഈ മൈപ്പോയിലെത്തി തന്ന പേര് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അസോസിയേഷന് വേണ്ടി ജില്ലാ സെക്രട്ടറി തോപ്പിൽ നൗഷാദിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നേതാജി ജയേന്ദ്ര സാർ നൽകുന്നു. നൗഷാദ് അസോസിയേഷന് വേണ്ടി തോപ്പിൽ നൗഷാദ് സാറിനെ നൽകുന്നു. നിർഭയ ചേർക്കര ചാത്തന്നൂർ CVS നിർഭയ വോളണ്ടിയേഴ്സ് ആദരവ് നൽകുന്നു. ക്യാമ്പയിനുകളും അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം കഴിഞ്ഞ അക്കാദമികളും കഴിഞ്ഞ കാലങ്ങളുമെല്ലാം ഞങ്ങളെ സഹായിച്ചും സഹകരിച്ചും എല്ലാം വരികയാണ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായമെല്ലാം മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബൃഹത്തായ ഒരു ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജില്ലയിലാണ് ആദ്യമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ കുട്ടികൾക്കിടയിൽ ഗ്രീൻ സിഗ്നൽ എന്ന ആശയത്തോടുകൂടി നാം നടപ്പിലാക്കി. പ്രിയപ്പെട്ട ഹാഫിയുടെ പേര് വായിക്കാത്ത ആരെങ്കിലും സ്റ്റേജിനോട് വേണ്ടതാണ്. അതിലേക്ക് വിളിക്കാതാരുണ്ടെങ്കിൽ സ്റ്റേജിനോട് കടന്നതാണ്. മലയാളം TV. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സുജിറാണി അവർ, റിലീസ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കാം. സിസ്റ്റർ നമസ്കാരം. ഗതാഗത ബോധവൽക്കരണ ഗ്രീൻ സിഗ്നൽ പരിപാടിയിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സുരക്ഷിതമായ ബസ് യാത്രയെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ് സുരക്ഷിതമായ ബസ് യാത്ര ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പുതിയ അധ്യയന വർഷത്തിൽ ആരംഭിക്കുമ്പോൾ, അതുപോലെ കഴിഞ്ഞ വേനലവധിയുടെ ആലസ്യവും ആഘോഷവും കഴിഞ്ഞ് സുരക്ഷിതമായി പുത്തൻ ഉടുപ്പുകളും ബാഗുകളുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് സുരക്ഷിതമായ ബസ് യാത്രയുടെ പാഠങ്ങൾ പകർന്നു നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സുരക്ഷിതമായ ബസ് യാത്ര എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം കുട്ടികൾ ദിനംപ്രതി ബസ്സിനെ ആശ്രയിച്ചാണ് സ്കൂളിലേക്കും മടങ്ങിയും വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ സുരക്ഷിതമായ ഒരു ബസ് യാത്ര എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഗതാഗത നിയമത്തിലെ ശരിയായ നിയമങ്ങൾ